കോഴിക്കോട് കോർപ്പറേഷനിൽ പാറപ്പടി ഡിവിഷനിൽ പരാജയപ്പെട്ട കെപിസിസി ജനറൽ സെക്രട്ടറി PM നിയാസിനെതിരെ മുൻ വാർഡ് പ്രസിഡന്റ്. കെപിസിസി ജനറൽ സെക്രട്ടറി സ്ഥാനം PM നിയാസ് രാജിവെക്കണമെന്നാണ് ആവശ്യം. തോൽവിയുടെ ഉത്തരവാദിത്തം പ്രാദേശിക നേതൃത്വത്തിന്റെ തലയിലിടാൻ നോക്കുകയാണ് എന്നും ആരോപണം. നിയമസഭാ സീറ്റ് ലഭിക്കാനായി പ്രവർത്തകരെ ഒപ്പം നിർത്താൻ വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ടെന്നും പ്രദീപ് മാമ്പറ്റ ആരോപിച്ചു. ഈ പ്രാദേശിക നേതാക്കളുടെ മേൽ തന്നെയാണ് ഈ ഉത്തരവാദിത്തം അടിച്ചേൽപ്പിക്കുന്നത്. ഈ വാർഡിൽ 4500 വോട്ട് മാത്രം ഉണ്ടായിരുന്ന ഈ സ്ഥലത്ത് ഒരു 1500 വോട്ട് മാത്രം പിടിക്കാൻ പറ്റാതെ എന്തിനാണ് ഈ KPCC ജനറൽ സെക്രട്ടറി ഈ പട്ടം ചുമന്ന് നടക്കുന്നതെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന് ഒത്താശ ചെയ്തുകൊണ്ട് PM നിയാസി ഏത് സമയവും ഇവിടെ ഉള്ള പ്രവർത്തകരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അടുത്ത നിയമസഭാ സീറ്റ് ഉറപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രവർത്തകർക്ക് മറ്റുള്ള വാഗ്ദാനങ്ങൾ ജോലി വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കൂടെ നിർത്തുന്നത്. ഇത് KPCC ഇടപെട്ടിട്ട് ശക്തമായിട്ട് അദ്ദേഹത്തിന് താക്കീത് കൊടുക്കണം എന്ന് തന്നെയാണ് മുൻ വാർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഷഹദ് റഹ്മാനുണ്ട് വിവരങ്ങളുമായി. ഷഹദ്, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയം നിയമസഭാ സീറ്റ് ചർച്ചകളിലേക്കൊക്കെ നീളുകയാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? KPCC ജനറൽ സെക്രട്ടറിക്കെതിരായ ആരോപണങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് ആതിര ജയൻ, അതുപോലെ തന്നെ ശ്രുതി. അതായത് ഈ വിഷയത്തിൽ, അതായത് ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് സജീവമായിട്ട് എല്ലായിടങ്ങളിലും നടക്കുന്നത്. എന്നാൽ കോഴിക്കോട് പ്രധാനമായിട്ടും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിയും അതുപോലെ തന്നെ നിയാസിന്റെ വൻ പരാജയവുമാണ് വീണ്ടും ചർച്ച ആയിക്കൊണ്ടേയിരിക്കുന്നത് തുടർച്ചയായിട്ട്. കാരണം ഈ നിയാസിനെ സംബന്ധിച്ച് നിയാസ് KPCC അംഗമാണ്, KPCC ജനറൽ സെക്രട്ടറിയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനമില്ലായ്മയൊക്കെയാണ് വലിയ രീതിയിൽ ചർച്ചയാകുന്നത്. പ്രത്യേകിച്ച് ഈ പാറപ്പടി വാർഡിൽ 4500 വോട്ടുകളുണ്ടായിരുന്ന വാർഡിൽ 1500 വോട്ട് പോലും നേടാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തന പരിചയക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം ആ വാർഡിൽ കൃത്യമായി ഇടപെടാത്തത് കൊണ്ടോ ആകാം ഇത്തരത്തിലൊരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്ന ഒരു രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് താഴേക്കിടയിലുള്ള പ്രവർത്തകരിൽ നിന്ന് വരുന്നത്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിയാസിനെതിരെ കോഴിക്കോട്ടെ കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള ഒരു പടയൊരുക്കം തന്നെ ഇപ്പോൾ പുറപ്പെട്ടിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഈ നിയാസിന്റെ തോൽവിയുമായി ബന്ധപ്പെട്ട KC ശോഭിത ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ശോഭിത ഇതുമായി ബന്ധപ്പെട്ട ഇതുവരെ പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. അതിനിടയിലാണ് ഇപ്പോൾ പ്രാദേശിക നേതൃത്വങ്ങൾ തന്നെ ഇപ്പോൾ രംഗത്ത് വരുന്നത്. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.